നമസ്കാരം. ലഹരിക്കെതിരെ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നൽകുന്ന മോട്ടിവേഷണൽ സ്പീക്കറും മുൻ പോലീസ് ഉദ്യോഗസ്ഥനുമായ ഫിലിപ്പ് മമ്പാട് ലൈംഗിക പീഡന കേസിൽ പിടിയിലാകുമ്പോൾ ഞെട്ടിയത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ആശ്വാസം കൊണ്ടിരുന്നവരാണ്. കുട്ടികൾക്കും സ്ത്രീകൾക്കുമടക്കം വാക്കുകൾ കൊണ്ട് മോട്ടിവേഷൻ നൽകുന്ന മമ്പാട് സാറാണ് ക്രൂരമായ പീഡന കേസിൽ പിടിക്കപ്പെട്ടിരിക്കുന്നത്. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന 16 വയസ്സുകാരിയെ പീഡിപ്പിച്ചു എന്ന പരാതിയിലാണ് ഫിലിപ്പ് മമ്പാട് അറസ്റ്റിലായിരിക്കുന്നത്. 2025 സെപ്റ്റംബറിൽ നടന്ന ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ടാണ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഫിലിപ്പ് മമ്പാട് സമൂഹ മാധ്യമങ്ങളിലടക്കം നിരവധി വീഡിയോകൾ പങ്കുവെക്കാറുണ്ട്. പ്രദേശത്തെ സ്കൂളുകളിലടക്കം മോട്ടിവേഷൻ സ്പീക്കറായും പോകാറുണ്ട്. മാനസിക വെല്ലുവിളി നേരിടുന്ന 16 വയസ്സുള്ള പെൺകുട്ടിയെ ഫിലിപ്പ് മമ്പാടിന്റെ അടുത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നപ്പോഴായിരുന്നു സംഭവം. കാഞ്ഞങ്ങാടുള്ള ഒരു ഹോട്ടലിൽ വെച്ച് കുട്ടിയെ പീഡനത്തിനിരയാക്കിയെന്നാണ് പരാതിയിൽ പറയുന്നത്. കുട്ടികളെ കയ്യിലെടുക്കുന്നതിലെല്ലാം മിടുക്കനാണ് ഇയാൾ. അവനെ ഒന്ന് ചേർത്ത് നിർത്തി നെറ്റിയിലൊരു ഉമ്മ കൊടുക്കുക എന്ന് പറഞ്ഞ് കൗമാരക്കാരുടെ വേവലാതികൾ പരിഹരിക്കുന്നതിൽ മിടുക്കനായിരുന്നു ഇയാൾ. സ്കൂളുകളിലെ സ്ഥിര സാന്നിധ്യം. കുട്ടികളുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനിടെ ഫേസ്ബുക്ക് ലൈവിട്ടും വീഡിയോ പങ്കുവച്ചും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം. ഒട്ടേറെ ഫോളോവേഴ്സും ഉണ്ട് ഇയാൾക്ക്. മിടുക്കരായ കുട്ടികൾക്കൊപ്പം എന്നും ചിരിച്ചും കളിച്ചും അവർക്ക് നേർവഴി പറഞ്ഞു കൊടുത്ത മുൻ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ പോക്സോ കേസിൽ പിടിയിലായിരിക്കുന്നത്. ഇത് പലർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. കോഴിക്കോട് ചേവായൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഫിലിപ്പിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. മാനസിക വൈകല്യമുള്ള പെൺകുട്ടി കൗൺസിലിംഗിന് എന്ന പേരിൽ കൊണ്ടുവന്ന് പീഡിപ്പിച്ചുവെന്നാണ് പരാതി. 2025 സെപ്റ്റംബർ 3 പെൺകുട്ടിയെ കൗൺസിലിംഗിന്റെ ഭാഗമെന്ന് പറഞ്ഞ് കാസർഗോഡ് കാഞ്ഞങ്ങാടുള്ള ഹോട്ടലിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നും പരാതിയിൽ പറയുന്നു. പെൺകുട്ടിയെ മമ്പാടുള്ള വീട്ടിൽ രക്ഷിതാക്കൾ കൊണ്ടുവന്നിരുന്നു. കോഴിക്കോട് സ്വദേശിനിയാണ് പെൺകുട്ടി. മാനസികമായ ചില പ്രശ്നങ്ങൾ കാരണമാണ് കൗൺസിലിംഗിന് വേണ്ടി കുടുംബം ഫിലിപ്പ് മമ്പാടിനെ സമീപിച്ചത്. ഇതിന് പിന്നാലെയാണ് പരാതിയിൽ പറയുന്നത് പോലെയുള്ള സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. സ്കൂളിൽ നടന്ന കൗൺസിലിംഗിനിടയിലാണ് പെൺകുട്ടി തനിക്കുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞത്. വിവരം ചൈൽഡ് ലൈനിലേക്കും അവിടെ നിന്ന് ചേവായൂർ പോലീസിലേക്കും എത്തുകയായിരുന്നു. ശേഷം നിലമ്പൂർ പോലീസിന് പരാതി കൈമാറി. പോലീസ് വ്യാഴാഴ്ച രാത്രി ഫിലിപ്പിന്റെ വീട്ടിലെത്തിയ വേളയിൽ ഇയാൾ ആത്മഹത്യാ ഭീഷണി മുഴക്കിയെന്നും ചില റിപ്പോർട്ടുകളുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന ഫിലിപ്പ് മമ്പാട് സർവീസിലിരിക്കെ തന്നെ മോട്ടിവേഷണൽ സ്പീച്ചിലും TV ഷോകളിലും നിറസാന്നിധ്യമായിരുന്നു. വെറുതെയല്ല ഭാര്യ എന്ന ടെലിവിഷൻ ഷോയിൽ മത്സരാർത്ഥിയായി ഇയാൾ പങ്കെടുത്തിരുന്നു. പിന്നീടാണ് സർവീസിൽ നിന്നും സ്വയം വിരമിച്ചതും മോട്ടിവേഷണൽ പരിപാടികളിൽ മുഴുവൻ നേരം ഭാഗമായതും. കുഞ്ഞുകുട്ടികളുമായിട്ടുള്ള അനുഭവങ്ങളും സ്കൂൾ കുട്ടികൾക്കൊപ്പമുള്ള നിമിഷങ്ങളും റീൽസായി സോഷ്യൽ മീഡിയകളിൽ പങ്കുവച്ചിരുന്നു. ചാരിറ്റബിൾ ട്രസ്റ്റുകളുടെ പരിപാടികളിലും ഫിലിപ്പ് മമ്പാട് എത്തിയിരുന്നു. കുട്ടികളുടെ ലഹരി ഉപയോഗത്തിനെതിരെ ക്ലാസുകൾ നയിച്ചാണ് സോഷ്യൽ മീഡിയയിൽ ഇയാൾ ശ്രദ്ധ നേടുന്നത്. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് കാരണമായ അനുഭവത്തെക്കുറിച്ചും ഇയാൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക്കിൽ പഠിക്കുന്നതിനിടെ സഹപാഠികളെ മദ്യപിക്കാൻ പ്രേരിപ്പിച്ചതിന് ഫിലിപ്പിനെ പുറത്താക്കിയിരുന്നു. തുടർന്ന് കോയമ്പത്തൂരിലേക്ക് പോയി. ഇതിനിടെ സഹോദരി PSC പരീക്ഷയ്ക്ക് അപേക്ഷ നൽകി. പരീക്ഷ എഴുതി മാസങ്ങൾക്ക് ശേഷം സഹോദരിയാണ് ആ സന്തോഷ വാർത്ത ഫിലിപ്പിനെ അറിയിച്ചത്. തന്റെ പേര് റാങ്ക് ലിസ്റ്റിലുണ്ടെന്ന്. 4 മാസം കഴിഞ്ഞപ്പോൾ ശാരീരിക പരിശോധനയ്ക്ക് വിളിച്ചു. ഇത് പൂർത്തിയാക്കി മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ സേവനം തുടങ്ങി. പിന്നീട് വിവാഹിതനായി. മദ്യപിക്കാറില്ലെന്ന് ഭാര്യയോട് കള്ളം പറഞ്ഞു. ഇത് മനസ്സിലാക്കിയ ഭാര്യ പ്രതിഷേധ സൂചകമായി മഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ ക്വാർട്ടേഴ്സിൽ പട്ടിണി കിടന്നു. 6 ദിവസം വെള്ളം മാത്രം കുടിച്ചായിരുന്നു പ്രതിഷേധം. ലഹരിക്കെതിരെയുള്ള ഭാര്യയുടെ പോരാട്ടത്തിന് മുന്നിലാണ് താൻ കീഴടങ്ങിയതെന്നായിരുന്നു ഫിലിപ്പിന്റെ വെളിപ്പെടുത്തൽ. സോഷ്യൽ മീഡിയകളിൽ വീഡിയോകൾ പങ്കുവച്ചുകൊണ്ടുള്ള ഫിലിപ്പ് മമ്പാടിനെ ഒരു തവണയെങ്കിലും കാണണമെന്ന് പറഞ്ഞവരും നിരവധിയാണ്. ചൂരൽമല ഉരുൾപൊട്ടൽ മേഖലയിലും എത്തി ഇയാൾ വീഡിയോ പങ്കുവച്ചിരുന്നു. കുട്ടികളോട് ഹൃദയം കൊണ്ട് സംഭാഷണം നടത്തുമെന്ന് അവകാശപ്പെട്ട ഫിലിപ്പ് പോക്സോ കേസിൽ അറസ്റ്റിലായ വാർത്തയറിഞ്ഞ് മൂക്കത്ത് വിരൽ വെക്കുകയാണ് സോഷ്യൽ മീഡിയ. പലരും വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല. എന്നാൽ ചിരിക്കുന്ന മുഖത്തിന് മുന്നിൽ ഫിലിപ്പിന് ഇങ്ങനെ ഒരു ക്രൂരമുഖം ഉണ്ടായിരുന്നു എന്നതാണ് ഏവരും ചോദിക്കുന്നത്.